പെടുന്നുണ്ട്. അപ്പൊ ഞാനോ പെട്ടു, നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പോലുമില്ല, നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഓടിച്ചില്ല എന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. കാരണം ആഫ്റ്റർ മാർക്കറ്റ് സ്പെയർ വാങ്ങിച്ചിട്ട് ഒരു 8ന്റെ പണിയിട്ടിരിക്കുകയാണ് ഞാനിപ്പോ. അപ്പോൾ അതുപോലെ വാങ്ങിക്കാൻ നടക്കുന്ന ആളുകളും അതുപോലെ ഇതിനു മുന്നേ വാങ്ങിച്ച് പണി കിട്ടിയിട്ടുള്ളവരും അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരാൾ പോയിട്ട് ഈ ആഫ്റ്റർ മാർക്കറ്റ് സ്പെയർ വാങ്ങിച്ച് പണി കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറച്ച് നാൾ മുന്നേ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 7.5 മാസം മുന്നേ എൻ്റെ ആസ്പയർ ഉണ്ട്, അതായത് ഫോർഡ് ആസ്പയറിൻ്റെ കംപ്രസറിന് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ അത് മാറ്റാൻ വേണ്ടി നോക്കി. ഞാൻ ഇതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ സ്പെയർ ഇല്ല, കിട്ടാനില്ല. അതായത് കംപ്രസറിന് ബാക്ക് ഓർഡറാണ്, ഒരു മാസത്തിന് മേലെ സമയം പിടിക്കും എന്നാണ് പറയുന്നത്. ഫോർഡിൽ നിന്ന് ചോദിച്ചപ്പോൾ ഒറിജിനൽ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നത് ആലപ്പുഴയിൽ വെച്ചിട്ടാണ്. ആലപ്പുഴയിൽ ഒരു സർവീസ് സെന്റർ ഉണ്ട് ഫോർഡിന്റെ, CBC എന്ന് പറഞ്ഞിട്ട്. അട്ടർ വേസ്റ്റ് ആണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടില്ല. ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് സോഴ്സ് ചെയ്യാൻ നോക്കിയിട്ട് സാധനം കിട്ടിയിട്ടില്ല. അവസാനം ഞാനൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്തു. അദ്ദേഹം അവിടുന്ന് അവർ കുറെ അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് അവർ പറഞ്ഞ ഒരു ഫസ്റ്റ് കോപ്പി പോലെ ഇറങ്ങുന്ന ഒരു ഇതുണ്ട്, നല്ലതാണ്. 1,00,000 കിലോമീറ്റർ അവര് ഗ്യാരണ്ടിയാന്ന് പറയുന്നത്. സുഖമായിട്ട് ഓടിക്കോളും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നമ്മൾ ഒത്തിരി പേർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. വേറെ വഴിയില്ല. മറ്റേത് കമ്പനിയുടെ എന്തോ 15,000 സംതിങ് ആണ് അതിന് വരുന്നത്. ഇതൊരു 12,500 രൂപ റേഞ്ചാണ് വരുന്നത്. അപ്പൊ പൈസയുടെ ഒരു 3,000 രൂപയുടെ കുറവുണ്ടെങ്കിലും എനിക്കത്ര ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഞാൻ പല പ്രാവശ്യം അവരോട് ചോദിച്ചതാണ് ഇതെന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്നുള്ളത്. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഓടും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും സാധനം ഫിറ്റ് ചെയ്തു. ടോട്ടൽ ബില്ല് വന്നത് 17,000 രൂപയാണ്. അതിന്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറിയില്ല, ഞങ്ങളുടെ ബില്ല് വന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയില് വണ്ടിക്ക് ഇതുപോലെ തന്നെ അതിങ്ങനെ കറങ്ങുന്നത് നോക്കുമ്പോൾ എന്തൊരു സൗണ്ട് വ്യത്യാസം വന്ന് നോക്കിയപ്പോഴാണ് ഒരു എന്താ പറയുക, പുറത്തേക്ക് തള്ളിയിട്ട് കറങ്ങുന്ന പോലെ കംപ്രസറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്തിനും കൊണ്ടുവരും സാറേ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരും, അതിന് വാറണ്ടി വേണമെങ്കിൽ മാറ്റി തരും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ഞാനത് വണ്ടി ഒരു കണക്കിന് ഒപ്പിച്ചിവിടെ കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് കൊടുത്ത ആളുകൾ, അതായത് ഈ 6 മാസം വാറണ്ടി, 1 കൊല്ലം വാറണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആഫ്റ്റർ മാർക്കറ്റ് സ്പെയർസ് പലതും കണ്ടുവരുന്നത്. അവിടെ ചെന്നപ്പോൾ അവര് കൈ വളർത്തി. അവര് പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് വാറണ്ടി ഇല്ല എന്നാണ് പറയുന്നത്. ടോട്ടലി പെട്ടു. എന്ന് വെച്ചാൽ 17,000 രൂപ സ്വാഹ. വേറെ വഴിയില്ല, പുതിയത് വാങ്ങിച്ചു വെക്കണം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. അപ്പൊ ഈ വർക്ക്ഷോപ്പിൽ അവരാണെങ്കിലും അവർ ജെന്യൂനാണെന്ന് തോന്നുന്നു. അവര് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടും ഇവര് രക്ഷയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം സാധനം ഞാൻ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഒരാഴ്ച മേലെ എടുക്കും എന്നാണ് പുതിയത് വരാനെന്ന് പറഞ്ഞത്. 1 മാസമൊന്നും ആയില്ല, ഒരാഴ്ച മേലെ. പക്ഷെ എനിക്കാകെ ബുദ്ധിമുട്ട്, കാരണം നമ്മൾ ഈ പൈസയും മുടക്കിയിട്ട്, ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ, ഇതും പൈസ മുടക്കിയിട്ട് ഈ 10-17,000 രൂപ മുടക്കിയിട്ട് ഒരു 50,000 കിലോമീറ്റർ എങ്കിലും, കാരണം ഈ പറഞ്ഞ കംപ്രസറിനൊക്കെ ഒരു 1,00,000 കിലോമീറ്ററൊക്കെയാണ് മിനിമം ഓടുന്നത്. ഒരു 50,000 കിലോമീറ്ററിലും കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് അതുമില്ല, ഇത് 10,000 കിലോമീറ്റർ പോലും ആയിട്ടില്ല, അതിന് മുന്നേ സാധനം അടിച്ചുപോയി. അപ്പൊ അതിന്റെ പുറത്തുള്ള സംഭവങ്ങളൊക്കെ ഒടിഞ്ഞു ഞെരുങ്ങി പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയും തല്ലിപ്പൊളി ചീപ്പ് ക്വാളിറ്റി സാധനമാണ് ഈ വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് കോപ്പി എന്ന് പറയുമ്പോൾ പല ബ്രാൻഡ്സും കിട്ടുന്നുണ്ട്, പക്ഷെ ആ ഒരു ബ്രാൻഡ് പോലും ഇല്ല, നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഓടിച്ചില്ല എന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസയും പോവും. നമ്മളിപ്പോൾ ഒരു ലോങ് പോകുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും പെടും എന്നുള്ളത് ഞാൻ പറയാൻ പറ്റുക. ഇപ്പൊ മാരുതിയൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ നിന്നും വാങ്ങാൻ കിട്ടും. ഫോണിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ്. ഇവർ ബാക്കി സ്പെയറൊക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ഇവരൊന്ന് പെട്ടെന്ന് എത്തിച്ചു തരാനോ അതൊന്നും ഇപ്പൊ ഇവർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഫോർഡിൽ വണ്ടി എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരൊന്ന് ചിന്തിച്ചിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ കൂടെ. എനിവേ, നമ്മള് യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കോട്ടക് കംപ്രസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്രസർ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ടീമുണ്ട്. അവർ അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെ ചെന്ന് ഞാൻ ജസ്റ്റ് വെറുതെ കൊണ്ടുപോയി കാണിച്ചതാണ്. പിന്നെ എന്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ 7 മാസം മുന്നേ വാങ്ങിച്ചതാണ്, ഇതാണ് അവസ്ഥ, സാധനം അടിച്ചുപോയി, മാറാനാ പറയുന്നതെന്ന് പറഞ്ഞു.
പുള്ളിക്ക് എന്തോ ഒരു ഇത് തോന്നി, പുള്ളി അഴിച്ചു നോക്കി, പുള്ളി സംഗതി റെഡിയാക്കി തന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ സാധനം വെച്ച് പുള്ളർ വെച്ച് വലിച്ച് അതിന്റെ ഒരു കാസ്റ്റ് അയൺ പോലത്തെ ഒരു മെറ്റീരിയലാണ്, അത് ഒടിച്ചു വെച്ചുകൊണ്ട് അതിന്റെ ഒരു 2500 എക്സ്ട്രാ പോയി, ബാക്കി ഒരു 5000 രൂപയ്ക്ക് സാധനം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എത്ര കാലം ഓടും എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, ഇതിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സ്, സ്പെയർസ് കാര്യങ്ങൾ, എസ്പെഷ്യലി ഇതുപോലെയുള്ള സ്പെയർസ് ഒക്കെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. മാക്സിമം അത് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ 2000 രൂപ 3000 രൂപയ്ക്കൊക്കെ, ഈ 3000 രൂപയ്ക്കൊക്കെ വേണ്ടി ലാഭത്തിന്റെ പുറത്ത് വാങ്ങുന്ന ആളുകളുണ്ട്. അവരെയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പിന്നെ ഗതികേട് കൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് സ്പെയർ കിട്ടാത്തതിന്റെ റീസൺ കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കേണ്ടി വന്നത്. പക്ഷേ ഈ 2000-3000 ലാഭത്തിന് വേണ്ടി വാങ്ങുന്നുണ്ട്. ഇപ്പൊ സസ്പെൻഷൻ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഒറിജിനൽ പാർട്ട് തന്നെ ഇടാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് കിട്ടിയില്ലെങ്കിൽ, ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഇതുപോലെ ഇടാം. പക്ഷെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 7 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കൊടുത്ത പൈസയും വേസ്റ്റായി, നമ്മളുടെ സമയവും വേസ്റ്റാണ്, നമ്മളുടെ പൈസയും പോയി, ജോലി പോലും മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 12,000 രൂപയുടെ നഷ്ടം എനിക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? നമ്മളൊക്കെ എല്ലാ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അല്ലാതെ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നതല്ല. അപ്പൊ ഇതുപോലുള്ള ഈ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഈ വർക്ക്ഷോപ്പുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അവർ നമ്മളുടെ ഇതില് അവര് സാധനം എടുത്തു തരും, അവര് ചോദിക്കുമ്പോൾ നല്ലതാണെന്നൊക്കെ പറയും, അവരെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരും കൈമലർത്തേണ്ടി വരും, കാരണം അവർക്ക് വേറെ വഴിയില്ല. പക്ഷെ അപ്പോ അങ്ങനെ ഒരു പെടല് പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് ആളുകളായിട്ട് പെടൽ ഒത്തിരി പെടുന്നുണ്ട്. അപ്പൊ ഞാനോ പെട്ടു, നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ കമന്റ് ചെയ്യുക. ഏത് ബ്രാൻഡാണ് നിങ്ങൾ വാങ്ങിച്ചത്, ഇപ്പൊ ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിൽ ഏത് ബ്രാൻഡാണ് വാങ്ങിച്ചത്, എന്താണ് നിങ്ങൾക്ക് പണി കിട്ടിയത്, ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്നവരും പോയി പെടാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫോർഡ് പോലത്തെ കമ്പനികൾ, വണ്ടികൾ കയ്യിലുള്ളവർ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു മുൻകരുതൽ എടുക്കുന്ന നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഈ ആലപ്പുഴ ഭാഗത്ത്, ഞാൻ എറണാകുളമാണ് എന്റെ സ്ഥലം, പക്ഷെ ഞാൻ വണ്ടി എപ്പോഴൊക്കെ പെട്ടിട്ടുണ്ട് അതെല്ലാം ആലപ്പുഴയിലാണ് പെടുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കംപ്രസർ തന്നത് ഇവിടുന്ന് ഒരു കാർ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ്. അവരെ ഞാൻ തെറ്റ് പറയുന്നില്ല, കാരണം അവര് മാക്സിമം നോക്കിയായിരുന്നു. അവർക്ക് വേറെ സോഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അവര് ചെയ്തു തന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ഫോൾട്ടാണ്. അവര് പറഞ്ഞൊരു ഗ്യാരണ്ടി ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ സർവീസ് കോസ്റ്റോ ലേബർ കോസ്റ്റോ ഒന്നും അവർ വാങ്ങിച്ചിട്ടില്ല. അവർ പറഞ്ഞ സാർ കൊണ്ടോക്കെ സാർ ഇത്ര കഷ്ടപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. മാത്രമല്ല, അത് പൈസയുടെ ഇത് മാത്രമല്ല, വളരെയധികം പ്രൊഫഷണലായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് നമ്മൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ അവർ ഇതുവരെ ബിഹേവ് ചെയ്തിട്ടുള്ളൂ. സാധാരണ വർക്ക്ഷോപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പോലെ പണിയുണ്ടാകുന്ന നോക്കുന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, അവരൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്തും അവരോട് പറഞ്ഞ് അവരുടെ സംശയങ്ങൾ തീർത്തും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് കാർ സോൺ എന്ന് പറയുന്നത്. ആലപ്പുഴ, എനിക്ക് കറക്റ്റ് സ്പോട്ട് പറയാൻ അറിയില്ല, എന്നാലും കുമ്മാടി എന്താ ഈ ബൈപ്പാസിനൊക്കെ കുറച്ച് പാലം കയറുന്നതിന് മുന്നേ ആയിട്ടാണ് അതിന്റെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാർ സോൺ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അതുപോലെ വളരെയധികം കുറവ് വർക്ക്ഷോപ്സ് മാത്രമേ ഉള്ളൂ കുറച്ച് ജെന്യൂനിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് കണ്ണൻ എന്നാണെന്ന് തോന്നുന്നത്, അവിടുത്തെ സർവീസ് അഡ്വൈസർ. അവര് കുറച്ച് ഉള്ളിലാണ്, പക്ഷേ ഇപ്പൊ ഈ ഫോർഡിന്റെ കാറോ അതുപോലെയുള്ള കാറുകളിലൊക്കെ അവർക്ക് പറ്റുന്നത് അവർ ചെയ്യാറുള്ളൂ. അല്ലാതെ അവര് ഉടായ്പ സാധനങ്ങൾ, അതുപോലെ തന്നെ മാക്സിമം സ്പെയർസ് എല്ലാം ജെന്യൂൻ സ്പെയർസ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം പ്രൊഫഷണലാണ് വർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു സർവീസ് സെന്ററിൽ നിന്ന് വിട്ടുമാറി ചിന്തിക്കാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ് കാർ സോൺ. അപ്പോൾ ആലപ്പുഴയിലുള്ളവരും ഫോർഡുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ CBCയുടെ സർവീസ് മഹാവേസ്റ്റാണ്. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതിലും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള നല്ല നല്ല വർക്ക്ഷോപ്പുകളാണ്. അതുപോലെ ഈ ആലപ്പുഴ ഭാഗത്ത് നല്ല വർക്ക്ഷോപ്പ് അറിയാൻ നേരം അതും വേണമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. കാർ സോണിൽ മിസ്റ്റർ കണ്ണൻ, ഞാൻ അവരുടെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ കൊണ്ടുവരില്ല. അതുപോലെ തന്നെ അവർക്ക് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോപ്പറായിട്ട് ബൂത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അല്ലാണ്ട് വഴിയിലിട്ട് പെയിന്റ് അടിക്കുന്ന പരിപാടിയൊന്നുമല്ല.
അപ്പോൾ ഈവൻ നമുക്ക് ക്യാഷ്ലെസ് ക്ലെയിംസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ഇൻഷുറൻസ് പോളിസീസുമായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്ക്ഷോപ്പാണ്. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വളരെ ഡീസൻ്റ് ആയിട്ടൊക്കെ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നൊരു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ്. അത് കുറച്ച് റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കും. തന്നു പോയി എന്നും പറഞ്ഞിട്ട് പിന്നെ അവർ വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ വെച്ചിട്ട് വണ്ടി കേടാവുകയോ അല്ലെങ്കിൽ വണ്ടിക്ക് ആലപ്പുഴയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് സമീപിക്കാവുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഒരിക്കലും നമുക്ക് പാര വെക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഈ കാര്യം കൂടെ ഞാൻ അതിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെ പറയുന്നതിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ മാക്സിമം ഇതുപോലെയുള്ള വാങ്ങിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമാറ്റിക് 07 ചാനൽ.